നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയിൽ കോടികളുടെ അഴിമതിക്ക് കളമൊരുങ്ങുന്നതായി വൈസ് പ്രസിഡന്റ് കുഞ്ഞ് ഇല്ലംപള്ളി. മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സ്വകാര്യ വ്യക്തിക്ക് കൈമാറാൻ ചുക്കാൻ പിടിക്കുന്നതായും ആക്ഷേപം. കോട്ടയം നഗരത്തിലെ ഫുട്പാത്തുകളുടെ സ്ലാബുകൾ തകർന്നു. പലയിടങ്ങളിലും സ്ലാബുകൾ ഒടിയാറായ നിലയിൽ കാൽനടയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് കാത്ത് അധികൃതർ. ശിവഗിരി തീർത്ഥാടനത്തിന് ഒരുങ്ങി കോട്ടയം നാഗമ്പടം ശ്രീ മഹാദേവർ ക്ഷേത്രം. തീർത്ഥാടനം ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിൽ. ജനവാസ മേഖലയിലെ വന്യമൃഗ സാന്നിധ്യം അറിയിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. 400 ഗ്രൂപ്പുകൾക്ക് രൂപം നൽകി വനം വകുപ്പ്. സന്ദേശങ്ങൾ കൈമാറാം. വാർത്തകൾ വിശദമായി. പൊതുമേഖലാ സ്ഥാപനമായ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നിയമവിരുദ്ധമായി സ്വകാര്യ വ്യക്തിക്ക് കൈമാറാൻ ശ്രമം നടത്തുന്നതായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ വൈസ് പ്രസിഡന്റ് കുഞ്ഞ് ഇല്ലംപള്ളി കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3500ഓളം ജീവനക്കാർക്ക് തൊഴിൽ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനമായ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് കളമൊരുങ്ങുന്നതായി ആക്ഷേപം. സ്ഥാപനത്തിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ചേർന്നാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നിയമവിരുദ്ധമായി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാനും കോടികൾ തട്ടിയെടുക്കാനും ശ്രമം നടത്തുന്നതായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ വൈസ് പ്രസിഡന്റ് കുഞ്ഞില്ലംപള്ളി ആരോപണം ഉന്നയിച്ചത്. ആതിരപ്പള്ളിയിലെ പ്ലാന്റേഷൻ വാലി റിസോർട്ടിന് 5 ഏക്കർ സ്ഥലത്താണ് പ്രവർത്തിക്കാൻ അനുമതിയുള്ളതെങ്കിലും 8 ഏക്കറോളം സ്ഥലം റിസോർട്ട് കൈവശപ്പെടുത്തിയതായും കുഞ്ഞില്ലംപള്ളി പറഞ്ഞു. 2003 വെറ്റിലപ്പാറ എസ്റ്റേറ്റിന്റെ ഭാഗങ്ങൾ സ്വകാര്യ വ്യക്തിക്ക് വാനില കൃഷിക്ക് നൽകിയെങ്കിലും തുടർന്ന് വന്ന പരാതിയിൽ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. ഈ വസ്തുതകളെല്ലാം നിലനിൽക്കെ സ്ഥാപനം സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറി കോടിക്കണക്കിന് രൂപ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും കൈക്കലാക്കാൻ ശ്രമം നടത്തിവരികയാണെന്നും കുഞ്ഞില്ലംപള്ളി കൂട്ടിച്ചേർത്തു. പാട്ടത്തിലെടുത്ത സ്ഥലം സ്വകാര്യ വ്യക്തികൾക്ക് ഉപപാട്ടത്തിന് കൊടുക്കാൻ വനം വകുപ്പിൻ്റെതായ നിയമങ്ങളില്ല, ഫോറസ്റ്റ് ആക്ടിൻ്റെ അകത്ത് പറയുന്നില്ല. അത് കൊടുക്കാൻ പാടില്ലാത്തതാണ്. 4 ചുറ്റും വനമായിട്ടുള്ള ഏറ്റവും നിബിഡമായ, ഏറ്റവും പ്രധാനമായി ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കൂടി ഉൾപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ എന്ന നിലയിൽ വളരെയധികം ലാഭം കിട്ടാൻ സാധ്യതയുള്ള, നടത്തിപ്പ് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നഷ്ടം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, ലാഭത്തിൽ തന്നെയാണ്. കഴിഞ്ഞ 4 വർഷവുമായി അത് ലാഭത്തിലാണ്. അങ്ങനെ ലാഭത്തിലുള്ള ഈ സ്ഥാപനം എന്തിനു വേണ്ടി പാട്ടത്തിന് കൊടുക്കുന്നു? മറ്റ് ആളുകൾക്ക് അത് നടത്താൻ എന്തിനു വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു? അവിടെയാണ് അതിലെ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്കിഷ്ടമുള്ള ചില ആളുകൾക്ക് അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരത്തിലെ ഫുട്പാത്തുകളിലെ സ്ലാബുകൾ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ. ദിവസവും 100 കണക്കിന് ആളുകളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. അപകടം പതിയിരിക്കുകയാണ് ഇവിടെ. നഗരങ്ങളിലെത്തുന്ന കാൽനട യാത്രക്കാർക്കായി ഫുട്പാത്തുകളിൽ ഓടകൾ മൂടാൻ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് കല്ലുകളാണ് സ്ലാബുകൾ. ഈ സ്ലാബുകൾ തകരുന്നത് കാൽനട യാത്രക്കാർക്ക് അപകടം ഉണ്ടാകാൻ കാരണമായി തീരുന്നു. കോട്ടയം നഗരത്തിലെ പലയിടങ്ങളിലെയും ഫുട്പാത്തുകളിലെ സ്ലാബുകളുടെ സ്ഥിതിയാണ് ഈ കാണുന്നത്. ഈ സ്ലാബുകൾ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഗാന്ധി സ്ക്വയറിലെ പബ്ലിക് ലൈബ്രറിയുടെ മുൻപിലുള്ള സ്ലാബുകൾ തകർന്ന നിലയിലാണ്. എപ്പോൾ വേണമെങ്കിലും ഇവ ഒടിഞ്ഞു പോകാം. ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ ഇവ ഒടിഞ്ഞു വീണ് യാത്രക്കാർക്ക് അപകടം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന സ്ഥിതിയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ അധികൃതർ ശ്രദ്ധിക്കുന്നില്ലെന്ന പരാതിയും യാത്രക്കാർക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശ്രീനാരായണ ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൽ ശിവഗിരി തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങളായി. ഈ മാസം 30, 31, ജനുവരി 1 തീയതികളിലാണ് തീർത്ഥാടനം. ശ്രീനാരായണ ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൽ 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 30, 31, ജനുവരി 1 എന്നീ ദിവസങ്ങളിലാണ് തീർത്ഥാടനം. 1928 ശ്രീനാരായണ ഗുരു നാഗമ്പടം ക്ഷേത്രത്തിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉറ്റ ശിഷ്യന്മാരായ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യനും ടി കെ കിട്ടനും അനുമതി നൽകിയതോടെയാണ് ശിവഗിരി തീർത്ഥാടനത്തിന്
തീർത്ഥാടനത്തിന് തുടക്കമായത്. ക്ഷേത്രത്തിലെ തേന്മാവിന്റെ ചുവട്ടിലിരുന്നാണ് ശ്രീനാരായണ ഗുരു തീർത്ഥാടനത്തിന് അനുമതി നൽകിയത്. ജ്ഞാനോദയവും ശാരീരികവും ആത്മീയവുമായ ശുദ്ധിയുമാണ് തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം. ശിവഗിരിയിൽ 30-ാം തീയതി ശിവഗിരിയിൽ ഉയർത്തുന്ന ധർമ്മപതാക 29-ാം തീയതി നാഗമ്പടത്തു നിന്നും കൊണ്ടുപോകും. 29-ന് ധർമ്മപതാകയും വഹിച്ചുള്ള രഥഘോഷയാത്ര നാഗമ്പടം ക്ഷേത്രത്തിലെ തേന്മാവിൻ ചുവട്ടിൽ നിന്നുമാണ് പുറപ്പെടുന്നത്. കോട്ടയം യൂണിയനിലെ വിവിധ ശാഖകളിൽ നിന്നായി 15 പദയാത്രകൾ 24, 25, 26 തീയതികളിൽ ശിവഗിരിയിലേക്ക് പുറപ്പെടും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശിവഗിരിയിലേക്ക് പോകുന്നവരെ വരവേൽക്കാൻ ഇടത്താവളമായ നാഗമ്പടം പൂർണ്ണമായും ഒരുങ്ങിയതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങിയാൽ അപായ സൂചനയ്ക്കായി വാട്സാപ്പ് ഗ്രൂപ്പിന് രൂപം നൽകി. വനം വകുപ്പാണ് വാട്സാപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചത്. പുലിയും കടുവയും കാട്ടാനയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് അറിയുന്നതിനായി വനപ്രദേശങ്ങളോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ വനം വകുപ്പ് വാട്സാപ്പ് കൂട്ടായ്മകൾക്ക് രൂപം നൽകി. 400 വാട്സാപ്പ് കൂട്ടായ്മകൾക്കാണ് രൂപം നൽകിയത്. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് വേഗത്തിൽ അപായ സന്ദേശം കൈമാറാനാണ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപം നൽകിയിട്ടുള്ളത്. പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രം അധികൃതർ, ജനങ്ങൾ എന്നിവരാണ് വാട്സാപ്പ് കൂട്ടായ്മയിൽ ഉള്ളത്. അതാത് സ്ഥലത്തെ ഫോറസ്റ്റർമാരാണ് അഡ്മിൻ. ഏതെങ്കിലും വന്യമൃഗം ഇറങ്ങിയെന്ന വിവരം കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് ലഭിച്ചാൽ കൈമാറാം. സന്ദേശം ലഭിക്കുന്നതോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തും. വന്യമൃഗം ഇറങ്ങിയെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചാൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകും. വന്യമൃഗങ്ങളെ തുരത്തിയ ശേഷം ഇക്കാര്യം വാട്സാപ്പ് ഗ്രൂപ്പിൽ നൽകും. കാട്ടാനകളുടെ സഞ്ചാരപഥം നിരീക്ഷിച്ച ശേഷം ആ വിവരങ്ങളും വാട്സാപ്പ് കൂട്ടായ്മയിൽ പങ്കുവയ്ക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കഴിഞ്ഞ 80 വർഷമായി പൊൻകുന്നത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, കായിക, ജീവകാരുണ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന കാത്തലിക് യങ് മെൻസ് അസോസിയേഷൻ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഹോളി നൈറ്റ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 22-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 5:30-ക്കാണ് ക്രിസ്മസ് കരോൾ പ്രോഗ്രാം. ഹോളി ഫാമിലി ഫൊറോനാപ്പള്ളി അങ്കണത്തിൽ നിന്നും ഇടവക വികാരി ഫാദർ തോമസ് പൂവത്താനിക്കുന്നൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. നിരവധി പാപ്പാമാരും നിശ്ചല ദൃശ്യങ്ങളും വൈവിധ്യമാർന്ന പ്ലോട്ടുകളും പരിപാടിയിൽ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ മാസം 22-ാം തീയതി തിങ്കളാഴ്ചയാണ് ഹോളി നൈറ്റിൻ്റെ പ്രോഗ്രാം. നമ്മൾ പള്ളി അങ്കണത്തിൽ നിന്ന് ബഹുമാന്യനായ ഞങ്ങളുടെ ഡയറക്ടറും പൊൻകുന്നം ഫൊറോനാപ്പള്ളി വികാരിയച്ഛനുമായ റവറൻഡ് ഫാദർ തോമസ് പൂവത്താനിക്കുന്നൽ അച്ഛൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് വിവിധ ഫ്ലോട്ടുകൾ, ചെണ്ടമേളം, വാദ്യമേളം, പിന്നെ ആകർഷകമായിട്ട് നമ്മൾ ഒരു കാളവണ്ടിയുടെ ഒരു പഴയ പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി പുൽക്കൂടിൽ ഈശോ പിറക്കുന്നതിൻ്റെ ഒരു മാതൃക എന്ന രീതിയിൽ കാളവണ്ടിയിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു പ്ലോട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ തൃശ്ശൂർ ഗുരുവായൂരിൽ സൗവർണിക കലാസമിതി ആവിഷ്കരിക്കുന്ന നല്ല കുറേ പ്ലോട്ടുകൾ, മാലാഹമാർ, അപ്പം പൂച്ച, അങ്ങനെയുള്ള കുറച്ച് പ്ലോട്ടുകൾ, അപ്പം ചുവങ്ങുന്ന മത്തായി ആൻഡ് സൺസിൻ്റെ ചെണ്ടമേളം, മുണ്ടക്കയം ആർട്സ് ക്ലബിൻ്റെ തമ്പോലയുടെ മേളം, ഇപ്പം ഒരു 100-ൽ പരം പാപ്പാമാർ ഡ്രസ്സുകളണിഞ്ഞ് ബലൂണുകളും വാദ്യമേളങ്ങളും, അവസാന ഭാഗമായിട്ട് മരിയസദനത്തിലെ മരിയസദനത്തിൻ്റെ പാപ്പ വാഹനം, അങ്ങനെ അറേഞ്ച് ചെയ്താണ് ഞങ്ങൾ പോന്നിരിക്കുന്ന പരിപാടികൾ. കൺസ്യൂമർ ഫെഡിന്റെ പുതുവത്സര വിപണി ഈ മാസം 22-ന് തുറക്കും. വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകുന്നേരം 5:30-ക്ക് ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവൻ നിർവഹിക്കും. 13 നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവിൽ ലഭിക്കുമെന്ന് റീജിയണൽ മാനേജർ പ്രദീപ് കുമാർ R, കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ പ്രമോദ് ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവ സീസണുകളിലെല്ലാം കൺസ്യൂമർ ഫെഡിന്റെ വിപണി ജനശ്രദ്ധയെ ആകർഷിക്കാനും ഏറ്റവും വിപുലമായ രീതിയിൽ ജനോപകാരപ്രദമായി നടപ്പിലാക്കാനായിട്ടും കൺസ്യൂമർ ഫെഡിന് സാധിച്ചിട്ടുണ്ട്. ആ വിപണി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ ക്രിസ്മസ് കാലത്തും പുതുവത്സര ദിനാഘോഷത്തിലും നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ, അത് 13 ഇനം ഐറ്റങ്ങളാണ് പ്രധാനമായും. സപ്ലൈകോയുടെ വില നിലവാരത്തിനനുസരിച്ച് സംസ്ഥാനത്ത് ഏകീകരിച്ചിട്ടുള്ള ഒരു വില നിലവാരത്തിൽ സബ്സിഡിയോടുകൂടി വിതരണം ചെയ്യാനായിട്ട് കൺസ്യൂമർ ഫെഡ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം സംസ്ഥാനത്താകെ ഏതാണ്ട് 185 കേന്ദ്രങ്ങളിലൂടെ ഈ വിപണി സാധ്യമാണ്. കോട്ടയം ജില്ലയിലാണെങ്കിൽ ഏതാണ്ട് 10 ത്രിവേണികളിലൂടെയും ഇടുക്കി ജില്ലയിലെ 8 ത്രിവേണികളിലൂടെയും സാധ്യമാകുന്ന രീതിയിൽ സംസ്ഥാനത്താകെ ഏതാണ്ട് 185 കേന്ദ്രങ്ങൾ
അത് ഒരു ദിവസം ഒരു കേന്ദ്രത്തിൽ നിന്ന് 250 ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന നിലയിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയിൽ കോടികളുടെ അഴിമതിക്ക് കളമൊരുങ്ങുന്നതായി വൈസ് പ്രസിഡന്റ് കുഞ്ഞ് ഇല്ലംപള്ളി. മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സ്വകാര്യ വ്യക്തിക്ക് കൈമാറാൻ ചുക്കാൻ പിടിക്കുന്നതായും ആക്ഷേപം. കോട്ടയം നഗരത്തിലെ ഫുട്പാത്തുകളുടെ സ്ലാബുകൾ തകർന്നു. പലയിടങ്ങളിലും സ്ലാബുകൾ ഒടിയാറായ നിലയിൽ കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് കാത്ത് അധികൃതർ. ശിവഗിരി തീർത്ഥാടനത്തിന് ഒരുങ്ങി കോട്ടയം നാഗമ്പടം ശ്രീ മഹാദേവർ ക്ഷേത്രം. തീർത്ഥാടനം ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിൽ. ജനവാസ മേഖലയിലെ വന്യമൃഗ സാന്നിധ്യം അറിയിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. 400 ഗ്രൂപ്പുകൾക്ക് രൂപം നൽകി വനം വകുപ്പ്. സന്ദേശങ്ങൾ കൈമാറാം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.